നമസ്തേ. രാഹുൽ ഈശ്വറിനെ എവിടെ കണ്ടാലും കേരള ജനത കൈകാര്യം ചെയ്യുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈശ്വറിന്റെ പ്രവൃത്തി എത്തിച്ചേർന്നിരിക്കുന്നത്. ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന പേരും പറഞ്ഞു നടന്ന ഹിന്ദു വർഗത്തിന്, എന്തിന് ഭാരതത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. വേടന്റെ കാര്യം NIA അന്വേഷിക്കണം എന്ന് പറയുന്നത് പോലെ അതിനും മുന്നേ വേണ്ടത് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഇടപാടുകളും ബന്ധങ്ങളുമാണ് NIA അന്വേഷിക്കേണ്ടത് എന്നാണ്. രാഹുലിന്റെ അക്കൗണ്ടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക തന്നെ വേണം. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത ക്രിക്കറ്റ് താരമാണ് ഷാഹിദ് അഫ്രീദി. ഈ ഷാഹിദ് അഫ്രീദിയെ സൽക്കരിച്ച് ആനയിച്ച് ദുബായിൽ സ്വീകരണം കൊടുത്തതിനെ ഒരു ഉളുപ്പുമില്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ന്യായീകരിക്കുന്ന രാഹുൽ ഈശ്വർ എന്നിട്ട് പറയുന്നു, അവർ ഒരു സെലിബ്രിറ്റിയെയല്ലേ വിളിച്ചതെന്ന്. എന്ത് സെലിബ്രിറ്റിയാണ് മിസ്റ്റർ രാഹുൽ ഈശ്വർ? ഇന്ത്യക്കാർക്ക് ഒരിക്കലും അഫ്രീദിയെ പോലുള്ളവർ ഒരു സെലിബ്രിറ്റി അല്ല. കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണം എന്ന് പറയുന്ന ആൾ ഭാരതീയൻ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആകുകയുമില്ല. പാകിസ്ഥാനികൾക്കും ദുബായിക്കാർക്കും ചിലപ്പോൾ അഫ്രീദി ഒരു താരമാകും. ഭാരതത്തിൽ താമസിക്കുന്ന രാഹുലിന് ഇത്രയും ഒക്കെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞ ഇവരെയൊക്കെ എങ്ങനെ ഒരു സെലിബ്രിറ്റിയായി കാണാനാകുന്നു എന്നാണ് ആലോചിക്കുന്നത്. കഷ്ടം തന്നെ. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന്റെ ആരെങ്കിലും പഹൽഗാമിൽ ഭീകരവാദികളുടെ ക്രൂരതയ്ക്ക് ഇരയായിരുന്നുവെങ്കിൽ മാത്രമേ അതിന്റെ വേദന നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. ഷാഹിദ് അഫ്രീദി സെലിബ്രിറ്റി ഒന്നുമല്ല, അവനും ഒരു ഭീകരൻ തന്നെയെന്ന് അവന്റെ നിലപാടുകളിലൂടെ ഇപ്പോൾ തെളിയിച്ചവനാണ്. ഇതുപോലെയുള്ള ഈ അലവലാദികളെയൊക്കെ ആദരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ പുച്ഛമാണ് നിങ്ങളോടൊക്കെ തോന്നുന്നത്. ശുദ്ധ എ ക്ലാസ് തെമ്മാടിത്തരം, ശുദ്ധ ഭാരതീയ വിരുദ്ധത, അത് തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നിങ്ങൾ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ അടുത്ത കാലത്തായി പ്രതിഭാഗം മാത്രം വാദിക്കുന്ന ഈ വക്കീലിനെ പോലെ ആയിരിക്കുകയാണ് നിങ്ങൾ. ഏത് കാര്യത്തിനും കുറ്റം ചെയ്തവർക്കൊപ്പം മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ആളുടെ, അതായത് രാഹുൽ ഈശ്വറിന്റെ സോഴ്സ് ഓഫ് ഇൻകം അത് അന്വേഷിക്കുക തന്നെ വേണം. ഇവൻ ആരുടെ ചട്ടുകമാണ് എന്ന് പരിശോധിക്കേണ്ടത് ഇപ്പോൾ സത്യത്തിൽ അത്യാവശ്യമായിരിക്കുകയാണ്. ഈശ്വര, താനൊരു ഒന്നാന്തരം തീവ്രവാദി തന്നെയാണെന്ന് ഏകദേശം മനസ്സിലായി. അങ്ങ് ശബരിമല തൊട്ട് തന്നെ എല്ലാവരും വാച്ച് ചെയ്യുന്നതാണ്. എത്ര നക്കാൻ കിട്ടിയെന്ന് ജിഹാദി സുഡാപ്പികളിൽ നിന്ന് എന്നെ ഇനിതേ ഭാരതീയർ അറിയാനുള്ളൂ. അഫ്രീദിക്ക് സ്വീകരണം നൽകിയതിനെ ന്യായീകരിക്കുന്ന ഏതൊരാളും ഭാരതത്തിന്റെ കണ്ണിൽ രാജ്യദ്രോഹി തന്നെയാണ്. അത്തരക്കാരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ചിരുത്തി ഇന്ത്യ വിരുദ്ധത വിളിച്ചു പറയാൻ നമ്മൾ മാധ്യമങ്ങൾ അനുവദിച്ചുകൂടാ എന്നാണ് പറയാനുള്ളത്. കാരണം അത്തരക്കാർക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള യാതൊരു അവസരവും ദേശീയ ബോധമുള്ള ഏതൊരാളും ചെയ്തു കൊടുത്തുകൂടാ. അപ്പോൾ താനെ ഇവന്റെയൊക്കെ സൂക്കേട് മാറിക്കോളും. ഇതിനെതിരെ കേന്ദ്ര സർക്കാർ, നമ്മുടെ മോദി തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം മറക്കല്ലേ എന്റെ രാഹുൽ ഈശ്വരെ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്.